ദൈവ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ദൈവവചന ഭാഗത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഇത് ഒന്ന് വായിച്ച് പ്രസംഗിക്കാൻ ഒക്കും. ഇത് നേരത്തെ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചിട്ടുള്ളതാണെങ്കിലും ആ ഭാഗം തന്നെ ഇന്ന് ഒന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വചനം മുതൽ 27-ാമത്തെ വാക്യം വരെ ഒരു ഉപമയാണ് കർത്താവ് പറയുന്നത്. അത് ഒന്ന് വായിച്ചാട്ടെ. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 24-27. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. പാറമേൽ അടിസ്ഥാനമിട്ട വീട് എന്നതാണ് ഇന്നത്തെ മെസ്സേജ്. ഈ വാക്യങ്ങളിൽ 2 വീട് നിർമ്മാതാക്കളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. 2 വീടുകളെ കുറിച്ച് കാണാൻ കഴിയും. 2 അടിസ്ഥാനങ്ങളെ കുറിച്ച് കാണാൻ കഴിയും. കൊടുങ്കാറ്റും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ഉണ്ടായ 2 അനുഭവങ്ങളെ കുറിച്ചും കാണാൻ കഴിയും. ഇത് ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് നന്നായി അറിയാവുന്നവരാണെന്നുള്ളതാണ് എൻ്റെ ധാരണ. എന്നാലും പുതുതായിട്ടുള്ള പ്രിയപ്പെട്ടവർ ഇവിടെയും ഓൺലൈനിലും ഒക്കെ ഉണ്ടല്ലോ. ഗിരിപ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ ഉപസംഹാരമാണ് 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം മുതൽ 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ ഉപസംഹാരത്തിൻ്റെ ഉപസംഹാരമാണ്. മത്തായി 5, 6, 7 ഈ അധ്യായങ്ങളിലാണ് കർത്താവിൻ്റെ ഈ പ്രഭാഷണം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രഭാഷണത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ നീതീകരിക്കപ്പെടുന്നു. അവർ പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഭരണത്തിലേക്ക് വരുന്നു. നമ്മൾ നേരത്തെ ഇരുട്ടിൻ്റെ രാജ്യത്തിലുള്ളവരായിരുന്നു. രക്ഷിക്കപ്പെട്ട് നമ്മൾ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് വന്നു. ഈ വെളിച്ചത്തിൻ്റെ രാജ്യം, ദൈവരാജ്യം, ആത്മീക രാജ്യമാണ്. ഭാവിയിൽ അക്ഷരിക രാജ്യമുണ്ടാകും. ഇപ്പോൾ ആത്മീക രാജ്യം. മനുഷ്യരുടെ ഉള്ളിൽ യേശുവിനെ വിശ്വാസത്താൽ സ്വീകരിച്ച കർത്താവാക്കിയ ആളുകളുടെ ഉള്ളിലാണ് ഈ ദൈവത്തിൻ്റെ ഭരണം. ആളുകളുടെ ഉള്ളിലാണ് ദൈവരാജ്യം. ഭാവിയിൽ ഈ ഭൂമിയെ അക്ഷരാർത്ഥത്തിൽ 1000 ആണ്ട് കർത്താവ് രാജാവായി വാഴും. നിത്യമായ രാജ്യമുണ്ട്. എന്നാൽ ഇപ്പോൾ ഉള്ളത് കണ്ണിൽ കാണാൻ കഴിയുന്ന ഒരക്ഷരിക രാജ്യമല്ല, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആന്തരികമായ ആത്മീക രാജ്യമാണ്. ആ രാജ്യത്തിന് നിയമങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ സഹോദരി ഇവിടെ നിന്ന് UK പോയി, വേറെ കുറെ പേര് ഗൾഫിലേക്ക് പോയി. രാജ്യം മാറി. രാജ്യം മാറിക്കഴിയുമ്പോൾ ഇവിടെ വാഹനം ഓടിച്ചതുപോലെയല്ല അവിടെ ഓടിക്കാൻ പോകുന്നത്. ഇവിടെ ഓരോ കാര്യം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്.
അത് ഇവിടുത്തെ സർക്കാർ വെച്ച നിയമങ്ങളാണ്. അവിടെ ചെല്ലുമ്പോൾ വിദേശ രാജ്യത്ത് മറ്റൊരു സർക്കാരാണ്, അവർക്ക് ചില നിയമങ്ങളുണ്ട്. ഇല്ല, ഞാൻ ഭാരതീയനാണ്, ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നടക്കത്തില്ല. ഇതുപോലെ തന്നെ അവിടെ നിന്ന് അവിടുത്തെ ഒരു പ്രജ ഇവിടെ വന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കത്തില്ല. ഓരോ രാജ്യത്തിനും രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട്. ഇതുപോലെ നമ്മൾ ഒരു പാറ്റേണിന് ചേർന്ന് വരികയായിരുന്നു. നമ്മുടെ ചിന്തകൾ, ഭാവങ്ങൾ, മനോഭാവം, സംസാര രീതി, പ്രവർത്തന രീതിയെല്ലാം പിശാചിന്റെ കസ്റ്റഡിയിൽ കിടക്കുമ്പോൾ മറ്റൊരു നിലയിലായിരുന്നു. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഈ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വന്നപ്പോൾ നമ്മളുടെ രീതികളൊക്കെ മാറി. ദൈവരാജ്യത്തിൽ നിയമങ്ങളുണ്ട്. സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, ഇടപെടേണ്ടത് എങ്ങനെയാണ്, സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിയമമുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നിയമം പാലിച്ചല്ല രക്ഷിക്കപ്പെട്ടത്, വിശ്വാസത്താല. എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് നിയമം വേണം. പ്രൈസ് ദി ലോർഡ്. കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം കൂടെ അനുസരിച്ചല്ല ഭാരതീയനായത്, ആണോ? നമ്മൾ ഭാരതത്തിൽ ഭാരതീയ മാതാപിതാക്കളാൽ ജനിച്ചു, ഭാരതത്തിലെ സിറ്റിസൺസ് ആണ്. പക്ഷെ സിറ്റിസൺ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ഇതുപോലെയാണ് ദൈവഭരണത്തിൻ്റെ കീഴിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതം നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് രാജ്യത്തിൻ്റെ രാജാവായിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ 3 അധ്യായങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 13-ാം വാക്യം മുതലാണ് ഈ മെസ്സേജിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ആ കൺക്ലൂഷനിൽ കർത്താവ് കേൾവിക്കാരെ ഒരു സമർപ്പണത്തിലേക്ക് നയിക്കുകയാണ്. ആരാണ് കേൾവിക്കാര്? 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാരാണ് പ്രൈമറി ഓഡിയൻസ്. 7-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പുരുഷാരവും ഈ പ്രസംഗം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ കൺക്ലൂഷനിൽ ഇവരെ ഒരു സമർപ്പണത്തിലേക്ക് നയിക്കുകയാണ്. 13-14 വാക്യങ്ങളിൽ ഇവരുടെ മുൻപിൽ 2 വഴികൾ കർത്താവ് വെക്കുകയാണ്. ഒന്ന്, ജീവനിലേക്ക് പോകുന്ന ഇടുക്ക് വാതിലൂടെ പ്രവേശിച്ച് ഞെരുക്കമുള്ള വഴിയെ നടന്ന് ജീവൻ, അതായത് നിത്യജീവനിലേക്ക് പോകുന്ന പാത, അതുവഴി പോകുന്നവർ ചുരുക്കമാണ്. വേറെ ഒരു പാത, അത് വീതിയുള്ള വഴിയെ സഞ്ചരിക്കുന്ന വിശാലതയുടെ വഴി, അതിൻ്റെ അവസാനം നാശമാണ്. ഇങ്ങനെയാണ് പറഞ്ഞാണ് കർത്താവ് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് അധികം ആളുകളും വീതിയുള്ള വിശാലതയുടെ വഴിയിൽ നടക്കുന്നത്? വാസ്തവത്തിൽ കർത്താവിന്റെ പ്രഭാഷണം കേട്ട് കർത്താവിനെ സ്വീകരിച്ച് നിത്യജീവന്റെ പാതയിൽ നടക്കേണ്ടതിന് പകരം ബഹുഭൂരിപക്ഷം ആത്മീകരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ നാശത്തിന്റെ വഴിയിലാണ് പോകുന്നത്. They are self-deceived. അവർ സ്വയം വഞ്ചനയിലാണ്. ഇത് ഞാൻ എത്ര പറഞ്ഞാലും ആൾക്ക് മനസ്സിലാകത്തില്ല. വലിയ ട്രാപ്പാണ് സ്വയവഞ്ചന. അതിന്റെ കാരണം കർത്താവ് 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം, കള്ളപ്രവാചകന്മാര് പ്രമോട്ട് ചെയ്യുന്നത് ഈ വീതിയുള്ള വാതിലിലൂടെ കയറി വിശാലതയുടെ വഴിയെ നടക്കുന്നതാണ്. ആത്മീകരായി പുറത്തുനിന്ന് നോക്കിയാൽ തോന്നിപ്പോകും, പക്ഷേ ഉള്ളിൽ ആത്മീകത ഇല്ലാത്ത അനുഭവം. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. മത്തായിയുടെ സുവിശേഷം 5:20 ഗിരിപ്രഭാഷണത്തിന്റെ താക്കോൽ വാക്യം. നിങ്ങളുടെ നീതി, ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ നീതി ഫരീസയന്റെയും ശാസ്ത്രിയുടെയും നീതിയെ
കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, പോകുകയില്ല. അപ്പൊ കർത്താവ് പറയുന്നത് ഫരീസയനും ശാസ്ത്രിയും നരകത്തിലേ പോകൂ. അവരാണ് ശരിക്കും ഈ വീതിയുള്ള വഴിയെ സഞ്ചരിക്കുന്നവർ. അവസാനം നാശമാണ്. അവർക്ക് പഴയ നിയമ ബൈബിളുണ്ട്, അവർക്കത് വ്യാഖ്യാനിക്കാൻ അറിയാം. തങ്ങളാൽ ആവോളം അത് അനുസരിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ ആത്മീകത മുഴുവനും കാപഠ്യമുള്ളതായിരുന്നു. അതിന് നേരെ കോൺട്രാസ്റ്റ് ആണ് ഉള്ളിൽ മാറ്റം വന്ന യഥാർത്ഥ ശിഷ്യന്റെ ജീവിതം. അത് ഇടുക്കുവാതിലൂടെ പ്രവേശിച്ച് ഞെരുക്കമുള്ള വഴിയെ അവർ സഞ്ചരിച്ച് നിത്യജീവനിലേക്ക് കടക്കുന്നവരാണ്. നിത്യജീവൻ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ ഒരുവനുണ്ട്. അതിൻ്റെ പൂർത്തീകരണമാണ് നിത്യതയിൽ നമുക്ക് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വഴികൾ, ഒന്ന് ട്രൂ ഡിസൈപ്പിൾ, മറ്റേത് ഫ്രോഡ്. ശരിക്കും ഇത് മനസ്സിലാക്കിക്കോണം. യഥാർത്ഥ വിശ്വാസികളുണ്ട്, വ്യാജൻ ഉണ്ട്. വ്യാജന്റെ കുപ്പായവും കണ്ടാൽ ട്രൂ ഡിസൈപ്പിളായി തോന്നിപ്പോവും. അതാണ് 13-ാമത്തെ വാക്യം മുതൽ കർത്താവ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് 21 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ രണ്ടാമത്തെ കാരണം എന്തുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആളുകൾ ഈ വീതിയുള്ള വഴിയെ നടക്കുന്നത്, ഈ കാപഠ്യത്തിൽ നടക്കുന്നത്. ഒന്ന്, കള്ളപ്രവാചകൻ വഞ്ചിച്ചതാണ്. രണ്ട്, സ്വയവഞ്ചനയാണ് അവിടെ സംഭവിക്കുന്നത്. 21 മുതൽ 23 വരെയുള്ള വാക്യത്തിൽ ആ സ്വയവഞ്ചനയുടെ ഒരു ഭാഗം വെറും വാക്കാലുള്ള ഏറ്റുപറച്ചിൽ മാത്രം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ കർത്താവ് പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല. ദേ ആർ ഡാംഡ്. അവർ സ്വർഗത്തിൽ പോകുന്ന ടീമൊന്നുമല്ല. ഈ സ്വയവഞ്ചനയുടെ രണ്ടാമത്തെ ഭാഗമാണ് 24 മുതൽ 27 വരെയുള്ള വാക്കുകൾ. കേവലം ബുദ്ധിപരമായ വചനത്തിന്റെ അറിവ്. അവർ കേൾക്കുന്നുണ്ട്, ചെയ്യുന്നില്ല. സ്വയവഞ്ചനയാണ്. സ്വയവഞ്ചന രണ്ട് നിലയിലാണ് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം കർത്താവിന്റെ ഉപസംഹാരത്തിലാണ്. 21 മുതൽ 23 വരെയുള്ള വാക്യത്തിലെ സ്വയവഞ്ചന വെറും വാക്കാലുള്ള ഏറ്റുപറച്ചിൽ. വേണമെങ്കിൽ അതൊന്ന് വായിക്കാം, നമുക്ക് വേഗത്തിൽ വായിച്ചാട്ടെ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. അതാർക്കാ പറയാൻ വയ്യാത്തത്? എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാണ് എന്ന് വാചാലമായ ആളുകളുടെ കേൾവിയിൽ പറയുന്നു. കർത്താവേ, ലോഡ് ലോഡ്, കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല. പിന്നെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. പറഞ്ഞതെന്താ? കർത്താവേ, കൂറിയോസ്, എന്റെ മേൽ നിയന്ത്രണമുള്ളവൻ, എന്നെ ഭരിക്കുന്നവനെന്ന് ഏറ്റുപറയുന്നു. പക്ഷേ കർത്താവ് പറയുന്നതൊന്നും ചെയ്യുന്നില്ല. താഴോട്ട് നിർബന്ധമായി വായിക്കണം. പ്രത്യേകിച്ച് മിറക്കിൾസും ഒക്കെ നടക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. താഴോട്ട് വായിച്ചാട്ടെ. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ന്യായവിധി ദിവസത്തിൽ പലരും ആ നാളിൽ, അതാണ് ന്യായവിധി ദിവസത്തിൽ എന്നോട് പറയും. കർത്താവിന്റെ മറുപടി എന്താണ്? അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ. എന്താ? ലൈഫ് കണ്ടാൽ നിങ്ങൾക്ക് കർത്താവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ട് മിറക്കിൾസ് നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 1-2 ആഴ്ചകളൊക്കെ ധാരാളം അത്ഭുതങ്ങൾ നടന്നു. അത്ഭുതം നടക്കുന്ന നല്ലതാണ്. അത്ഭുതങ്ങൾ അടയാളങ്ങളാണ്. ഹൃദയം തുറന്ന് കർത്താവാണ് ഈ അടയാളങ്ങൾ അത്ഭുതം ചെയ്തതെന്ന് മനസ്സിലാക്കി കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റാൻ സമർപ്പിക്കപ്പെടണം. പക്ഷെ എനിക്ക് അത്ഭുതം കിട്ടി, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നു, പക്ഷെ ഞാൻ വീതിയുടെ വഴിയെ നടക്കുക, ഞാൻ നിയമം പാലിക്കുന്നില്ല, ഞാൻ കർത്തൃത്വത്തിന്റെ കീഴിലല്ല, ഞാൻ കർത്താവിനെ അനുസരിക്കത്തില്ലെങ്കിൽ കർത്താവിന് പറയാനുള്ളത്
അധർമ്മം പ്രവർത്തിക്കുന്നവനെ എന്നെ വിട്ടുപോ, ഒരു നാളും ഞാൻ നിന്നെ അറിഞ്ഞില്ല. സ്വയം വഞ്ചനയാണിത്. ഇത് വളരെ സീരിയസ് ആയിട്ട് ദൈവമക്കൾ മനസ്സിലാക്കണം. വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം. ഹൂ ഈസ് ദ ട്രൂ ഡിസൈപ്പിൾ? ഹൂ ഈസ് ദ ഫോൾസ് ഡിസൈപ്പിൾ? ട്രൂ ഡിസൈപ്പിൾ ആണെങ്കിൽ പറയുന്നവരോടൊപ്പം പ്രാവർത്തികമായി ജീവിതം ഉണ്ടാകും. അതാണ് ട്രൂ ജെനുവിൻ ഡിസൈപ്പിൾ. പറച്ചിലുണ്ട്, പക്ഷേ പ്രായോഗിക ജീവിതമില്ലെങ്കിൽ ഒന്നാം കട ഫ്രോഡാണ്. ഇതിൽ കൂടുതൽ പച്ചക്കൊക്കെ എങ്ങനെയാ നമ്മൾ പറയുന്നത്? മനസ്സിലായോ? ഇവിടെ വന്ന് പാട്ടുമൊക്കെ പാടാം, പിന്നെ ഇത് കുറച്ച് ശബ്ദമൊക്കെ ഉയർത്തി വെച്ചാൽ ഒരു ഉഷാറൊക്കെ ആകും. പാട്ട് പാടുന്നവരെല്ലാം ആണോ ജെനുവിൻ ഡിസൈപ്പിൾ? കൈയാഞ്ഞടിച്ചവരാണോ ജെനുവിൻ ഡിസൈപ്പിൾ? കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ആളുകൾ വചനം അനുസരിക്കുന്നവർ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവർ, ദേ ആർ ദ ട്രൂ ഡിസൈപ്പിൾസ്. ഇതാണ് 21 മുതൽ 27 വരെ, 24 മുതൽ 27 വരെയാണ് നമ്മുടെ ധ്യാനത്തിന് നമ്മൾ എടുത്തിരിക്കുന്നത്. അവിടെ ദൈവവചനം രണ്ടു കൂട്ടരും കേട്ടു, ഒരാൾ മാത്രമേ പ്രാവർത്തികമാക്കിയുള്ളൂ. അവൻ കേവലം ബുദ്ധിപരമായ അറിവിൽ മാത്രം നിൽക്കുക. അവര് ഫ്രോഡാണ്, അവര് ട്രൂ ഡിസൈപ്പിൾ അല്ല. ഇതെല്ലാം കേട്ടേച്ച് പോകുമ്പോൾ ഇപ്പോഴും ഇത് പറയും അത് കറക്റ്റാ, അത് കറക്റ്റാന്ന്. ഇത് പറയുന്നതിനെക്കാട്ടി നല്ല നമ്മുടെ ജീവിതത്തിൽ ഇത് കറക്റ്റ് ആയിട്ടുണ്ടോ? നമ്മളെ ആരും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവവചനത്തിന് മാർക്കിടാനല്ല. ആരും നമ്മളെ വഞ്ചിക്കരുത്. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നേരിട്ടുള്ള വാക്കുകളാണ്. ഒരു റെഡ് ലെറ്റർ ബൈബിൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതെല്ലാം ചുവന്ന അക്ഷരത്തിലാണ്. ജീസസിന്റെ ഡയറക്റ്റ് വാക്കുകളാണിത്. പ്രൈസ് ദി ലോർഡ്. ഈ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഉപസംഹാരത്തിലെ ഉപസംഹാരമാണ്. ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് ഈ പ്രഭാതത്തിൽ നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. 2 പണിക്കാരും, അടിസ്ഥാനമിട്ടവനും മറ്റവൻ വേണ്ട നിലയിൽ അടിസ്ഥാനമിടാതെ മണലിന്മേൽ അടിസ്ഥാനമാക്കിയ ഈ 2 പേരും ദൈവത്തിൻ്റെ വചനം കേട്ടു. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, വ്യത്യസ്ത പ്രതികരണങ്ങളായിരുന്നു. ഒരാള് വചനം കേട്ട് വിശ്വാസത്താൽ പ്രതികരിച്ചു, അയാൾ കേട്ട വചനത്തെ പ്രായോഗികമാക്കി. അതാണ് അടിസ്ഥാനം. മറ്റേ പണിക്കാരൻ അതേ പ്രസംഗം കേട്ടു, പക്ഷേ ദൈവവചനത്തിൻ്റെ ആലോചനയേക്കാൾ അദ്ദേഹത്തിൻ്റെ സ്വയബുദ്ധിയായിരുന്നു അദ്ദേഹത്തിന് വലുത്. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം അയാൾ പണിതു. അപ്പൊ ചെയ്യുന്നവൻ എന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇനി നിങ്ങൾ നോക്കുക 24 മുതൽ ഉള്ള വാക്യങ്ങൾ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട്, പ്രൈമറി ആപ്ലിക്കേഷൻ ഗിരിപ്രഭാഷണമാണ്, ഒരു സംശയവും വേണ്ട. എന്നാൽ വിശാലയർത്ഥത്തിൽ കർത്താവിൻ്റെ എല്ലാ പഠിപ്പിക്കലായിട്ട് നമ്മൾക്ക് ചിന്തിക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഗിരിപ്രഭാഷണത്തെക്കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗിരിപ്രഭാഷണം എത്രയധികം നമ്മൾ പഠിക്കേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ആരാണ് ബുദ്ധിയുള്ളവൻ? ബുദ്ധിയുള്ള മനുഷ്യൻ. യേശു സാമ്പത്തികമായി സമ്പന്നരെയോ വിദ്യാസമ്പന്നരെയോ ഒന്നുമല്ല ബുദ്ധിമാനായിട്ട് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് ബുദ്ധി? അല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ബൈബിൾ അനുസരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മക്കളെ എന്തായിരുന്നു പഠിപ്പിക്കേണ്ടിയിരുന്നേ? അങ്ങനൊക്കെ നമ്മൾ ചിന്തിക്കാൻ നോക്കൂ. യേശു ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? അവിടുത്തെ വചനം അനുസരിക്കുന്നവരെയാണ് ബുദ്ധിയുള്ളവനെന്ന് യേശു വിളിക്കുന്നത്. നിങ്ങളുടെ മക്കളെ ബുദ്ധിമാന്മാരാക്കുവാൻ, ബുദ്ധിയുള്ള കുട്ടികളാക്കാൻ മാതാപിതാക്കളെ നിങ്ങൾ ഉത്സാഹിച്ചിട്ടുണ്ടോ? പ്രൊഫഷണൽ കോഴ്സിനൊരു അഡ്മിഷൻ കിട്ടി കേട്ടോ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നല്ലതാ, വല്ലതും കഴിക്കാം. ബുദ്ധിയുണ്ടോ? ദൈവവചന പരിജ്ഞാനമുണ്ടോ? കേട്ട ദൈവത്തിന്റെ വചനം പ്രായോഗികമാക്കിയോ? എങ്ങനെയും അങ്ങ് യൂറോപ്പിൽ പോവും. എന്നെ അങ്ങനെ ചിന്തിക്കാൻ കാരണം, അങ്ങനെ ചിന്തിക്കാൻ ആളുകളെല്ലാം അവിടെ പിള്ളേരും യൂറോപ്പിലാ. കൊള്ളാം. പിള്ളേർക്ക് ബുദ്ധി ഉദിച്ചിട്ടുണ്ടോ? ആരാണ് ബുദ്ധിമാൻ? മാതാപിതാക്കളെ, നമ്മുടെ കയ്യിലാണ് കാര്യങ്ങൾ, ഉത്തരവാദിത്വം ഇരിക്കുന്നത്. മക്കൾ, കൊച്ചുമക്കളെ ബുദ്ധിയുള്ള പാതയിൽ ട്രാക്കിലേക്ക് വിടുക. അതെന്താണ്? കൃത്യമായിട്ടുള്ള ദൈവത്തിന്റെ വചനം മനസ്സിലാക്കി അത് അവരുടെ ലൈഫിൽ പ്രായോഗികമാക്കുക. ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലവരാകുക. ബുദ്ധിയുള്ള മനുഷ്യൻ. അപ്പൊ ആരാണ് ബുദ്ധിയുള്ള മനുഷ്യൻ? ആകയാൽ എൻ്റെ ഈ വചനത്തെ നമ്പർ 1 കേൾക്കണം. കേൾക്കണം. ഹിയറിംഗ്. രണ്ടാമത്തെയാണ് ഹീഡിങ്. മൂന്നാമത്തെയാണ് ഹോൾഡിങ്. ഒന്നാമത് വചനം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞ് കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനം നന്നായി കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഈ വചനങ്ങളെ കേൾക്കുക. അപ്പൊ ഞാനിത് ഈ ദൈവസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നടക്കുന്ന പല കല്യാണങ്ങൾക്ക് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. കല്യാണത്തിന് ചെറുക്കനും പെണ്ണും എല്ലാം കൂടെ വരുന്നത് ബൈബിളും ഒക്കെ പിടിച്ചോണ്ട. എന്നെ അതൊരു ഇതാ. അല്ല, അത് എന്തിനാ അങ്ങനെ വരുന്നേ? അതൊരു ഇതാ. ഇല്ലെങ്കിൽ ഒരു ഇതല്ല. സഭായോഗത്തിന് ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരും ബൈബിളുമായിട്ടല്ലേ വന്നത്? ആന്നു? അല്ലേലോ? അയ്യോ, അല്ലേല ആ പാസ്റ്റർ കണ്ണ് ശരിക്ക് കാണത്തില്ലേലോ ഉറങ്ങുന്നവരെ പിടിക്കും, ബൈബിൾ ഇല്ലാത്തവരെ പിടിക്കും. അതുകൊണ്ട് ബൈബിളുമായിട്ട് വന്നിരിക്കുക. ഇപ്പൊ ഇതൊക്കെ ഒരു മതപരമായ കാര്യമായി. ആർ യു ഹിയറിംഗ് ദ വേർഡ്? ഹൗ ടു ഹിയർ? ഒന്ന്, വ്യക്തിപരമായി ഈ പുസ്തകത്തെ അനുദിനം വായിച്ച് ധ്യാനിക്കുന്ന പരിചയവും പതിവുമുണ്ടോ? അവര് കേൾക്കുക. കർത്താവിന്റെ ഇമ്പശബ്ദമാണ് ഇതിനകത്ത്. പിന്നെ ഏതേലും വാക്യം, ആമോസിന്റെ പ്രവചനം, യെരമ്യാവിന്റെ പ്രവചനം, എന്നിട്ട് വായി തോന്നുന്നു പറയുന്ന ഒന്നും വ്യാഖ്യാനമല്ല കേട്ടോ. അങ്ങനെ കുറെ പുള്ളികളുണ്ട്. അവരുടെ മനസ്സിൽ ഉരുത്തിരുന്ന എന്തെങ്കിലും പഠിക്കണം. ഇത് എന്താണ് ഇതിന്റെ അർത്ഥം? ഞാൻ 7-ാം അധ്യായം 24 മുതൽ വായിച്ചപ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് പറയാൻ കാരണമെന്താ? കോണ്ടെക്സ്റ്റിന്റെ വെളിച്ചത്തിലാണ് കണ്ടന്റ് പരിശോധിക്കേണ്ടത്. അല്ലാതെ ആദ്യത്തെ വാക്കെടുത്തുകൊണ്ട് പിന്നെ ഉൽപ്പത്തിയിൽ ഒരു വാക്കെടുത്ത് വെളിപ്പാടിലൊരു വാക്കെടുത്ത് എല്ലാവരെയും കൊണ്ട് കൈയടിപ്പിക്കുന്നതല്ല പ്രസംഗം. കർത്താവാണിത് പറഞ്ഞത്. കർത്താവിന്റെ പ്രസംഗത്തിലെ ഉപസംഹാരമാണ്. പ്രസംഗമെന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ ഇത് പറഞ്ഞു വന്നിട്ട് പറയാ, ഇത് കേട്ടനുസരിക്കുന്നവനാണ് പാറമേൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. പഠിക്കണം. വ്യക്തിപരമായി ഇത് വായിച്ച് ധ്യാനിച്ച് പഠിക്കണം. എൻ്റെ ഈ വചനം കേൾക്കുക. കേൾക്കുക. ഒന്നാമത് അതാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തീയ ജീവിതത്തെ നിലനിർത്തുന്ന ദൈവവചനം കേൾക്കേണ്ടത് പ്രധാനമാണ്. അതിലാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായി ദൈവവചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും
ആ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. വായിക്കുക, ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവവചനം ധ്യാനിക്കണം. ഇപ്പോൾ നമ്മൾ ധ്യാനിക്കുകയാണ്. വ്യക്തിപരമായി നിങ്ങൾക്ക് ധ്യാനിക്കാം. അതെങ്ങനെയാണ്? ഒരു ഭാഗമോ ഒരു വാക്യമോ ഒരു വാക്കോ വായിച്ച് അതിനെക്കുറിച്ച് കോൺസെൻട്രേറ്റഡ് ആയി ചിന്തിക്കുക. ഇതാരോടാണ് പറഞ്ഞത്, എന്തായിരുന്നു പശ്ചാത്തലം, എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതാണ് മെഡിറ്റേഷൻ. അവിടെയാണ് അതിൻ്റെ അർത്ഥവ്യാപ്തി. ഇനി അത് സംബന്ധിച്ച് നമുക്ക് അത് അർത്ഥവത്തായി ചിന്തിക്കാൻ കഴിയുന്ന ചില കമന്ററികളോ പുസ്തകങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അടിത്തറയുള്ളവരെ കമന്ററി വായിക്കാവൂ, അല്ലെങ്കിൽ പ്രശ്നവുമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പ്രശ്നമാണ്, നമുക്ക് വേറൊരു ഗൈഡൻസിലായി പോകും. ആരോ പണ്ഡിതൻ പറയുന്നത് ആണ് ഏതോ സംഭവമായിട്ട് നമ്മൾ അങ്ങനെ വഴി തെറ്റിപ്പോവും. സ്തോത്രം. നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനം ധ്യാനിച്ച് വരികയാണ്. 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഞാൻ ധ്യാനിക്കാൻ എത്ര ദിവസമായെന്നറിയാമോ? ആ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പണ്ഡിതന്മാർ ഏതെല്ലാം രീതിയിൽ അവർ, ഒരു കൂട്ടർ പറഞ്ഞ് ഇത് തന്നെയാ, മറ്റേ കൂട്ടർ പറഞ്ഞ് അങ്ങനല്ല ഇങ്ങനെയാ, വേറെ കൂട്ടർ പറഞ്ഞ് ഇത് രണ്ടുമല്ല ഇങ്ങനെയാ. അപ്പോൾ ഏതാ ശരി? അങ്ങനെ ആ കാര്യം. അതുകൊണ്ട് കമന്ററികൾ ഉപയോഗിക്കുന്നവർക്ക് അടിത്തറ ഇല്ലെങ്കിൽ പണി കിട്ടും. We must be very careful. എന്നാൽ റിസോഴ്സസിനെ ഞാൻ അവഗണിച്ച് പറയുകയല്ല, നല്ല റിസോഴ്സുകൾക്കായി സ്തോത്രം. പക്ഷെ ഈ റിസോഴ്സസ് നമ്മുടെ വ്യക്തിപരമായ പഠനത്തിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അകത്ത് ആത്മാവിന്റെ കൺട്രോളിലായിരിക്കണം. ചിലത് വായിക്കുമ്പോഴേ നമുക്കറിയാം, നോ, ഇത് അവരുടെ പള്ളിക്കാര് പറയുന്നതിനെ സ്ഥാപിക്കാൻ വേണ്ടി ഒപ്പിക്കുന്നതാണ്, അതിന് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി റിസോഴ്സസ്, പ്രത്യേകിച്ച് ഈ ആധുനിക ഡിജിറ്റൽ മീഡിയ ആയതോടുകൂടി വിരൽ തുമ്പത്താണ് ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. നമ്മുടെ വിഷയം അതാണ്. Who is the smart man? Who is the wise man? One who reads and meditates the word of God. അതാണ് ഒന്നാമത്തെ ഘടകം. ദൈവവചനം പഠിക്കുന്ന ഒരു സഭയുടെ ഭാഗമാകുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലേലോ? അല്ലേ വ്യക്തിപരമായി പഠിക്കാം. പക്ഷേ വ്യക്തിപരമായി പഠിക്കുന്നതിനൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനം എല്ലാ ഞായറാഴ്ചയും എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും എല്ലായ്പ്പോഴും അത് ജനത്തിന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക. തമാശകളല്ല, ആളുകളെ ഇളക്കി കൈയടിപ്പിക്കുകയല്ല, എക്സ്പ്ലെയിനിങ് ദ സ്ക്രിപ്ചേഴ്സ്. അങ്ങനെ ഒരു സഭയുടെ ഭാഗമായി തീരുന്നത് വളരെ അനുഗ്രഹമാണ്. അതെന്താണ്? ഐ വാണ്ട് ടു ബി വൈസ്. ആ വിസ്ഡത്തിലേക്ക് വരാനുള്ള ആദ്യത്തെ ഘടകമാണ് ഹിയർ ദ വേർഡ്. അവിടെ കേൾക്കണമെന്നുള്ള വാക്കിന്റെ അർത്ഥം ശ്രദ്ധിച്ച് കേൾക്കണം, ഹാബിച്വലായി കേൾക്കണം, കണ്ടിന്യൂസ് ആയി കേൾക്കണം. ഞായറാഴ്ച മാത്രമല്ല, എപ്പോഴും കേൾക്കണം. ഈ വല്ലാത്ത ലോകത്തിൽ ബുദ്ധിമാന്മാരാകുക. വൈസ്, വിസ്ഡം, ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തിയിരിക്കുന്ന നിത്യമായ ദൈവത്തിന്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ, ഉറക്കെ പറ. അതാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ എന്നാ പ്രൊഫഷണൽ പഠിച്ചാലും, if you are not wise according to the Bible, you are a big fool. പരസ്യമായിട്ടാണ് ഞാനിത് പറയുന്നത്. തെളിവുണ്ട്, അതുകൊണ്ടല്ലേ പറഞ്ഞത്. സ്തോത്രം. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള എൻ്റെ അഡ്വൈസ്, കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ, turn them to the word. ആ ഹാബിറ്റ് അവരിൽ ക്രിയേറ്റ് ചെയ്യണം. We don't want them to be fools in this earth.
We want them to be wise. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് രണ്ടാമത്തെ കാര്യം ചെയ്യുക. ഹീഡിങ്, HEADING, ഹീഡിങ്. അങ്ങനെയുള്ളവനാണ് പാറമേൽ തൻ്റെ വീട് പണിതതായി കർത്താവ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, ഗിരിപ്രഭാഷണത്തിലെ കാര്യങ്ങൾ കേൾക്കുന്നു, അത് പ്രായോഗികമാക്കുക. കർത്താവിന്റെ ടീച്ചിങ്സ് എല്ലാം രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, അത് കേൾക്കുക, ധ്യാനിക്കുക, അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടു അത് പ്രായോഗികമാക്കുക. പ്രിയരെ, അവരാണ് ട്രൂ ഡിസൈപ്പിൾ. അവരാണ് ഇടുക്കുവാതിലൂടെ കയറി ഞെരുക്കമുള്ള വഴിയെ നടക്കുന്നവർ. അവരാണ് നിത്യജീവനിലേക്ക് പോകുന്ന ആളുകൾ. They are the wise people. സ്തോത്രം. വചനം അനുസരിക്കേണ്ടതിന് ശ്രദ്ധയോടെ ആയിരിക്കണം. ബൈബിൾ വ്യക്തിപരമായി വായിച്ചാലും പഠിപ്പിക്കുന്ന സഭയുടെ ഭാഗമാണെങ്കിലും അവൻ വചനം അനുസരിക്കുന്നില്ലെങ്കിൽ ആള് വിജയിക്കത്തില്ല. ഞാൻ എത്രയോ ഇവിടെ നടന്ന വിവാഹ ശുശ്രൂഷകളിൽ ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. അന്നേരം എല്ലാം ചുമ്മാ കേട്ടോണ്ട് ചുമ്മായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊക്കെ നേരത്തെ ട്യൂഷൻ കൊടുക്കണം. അന്നേരം ഇനി എന്തോ മർമ്മം പറഞ്ഞാലും അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പ്രൈസ് ദി ലോർഡ്. നേരത്തെ തന്നെ നമുക്ക് ട്യൂഷൻ കൊടുക്കണം. ഈ നേരത്തെ ട്യൂഷൻ കൊടുക്കാൻ വേണ്ടിയാണ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മുടെ സഭ തുടങ്ങിയിരിക്കുന്നത്. അപ്പം അവിടെ സൂമിൽ എല്ലാവരും കൂടെ വരികയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വ്യക്തിപരമായി ഒന്ന് നന്നായി പഠിക്കണം. പിന്നെ ഞാനിപ്പോൾ പലർക്കും നമ്മുടെ ഇവിടുത്തെ ചില വീഡിയോകൾ ആധികാരികമായി ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇട്ടുകൊടുക്കുന്ന ഒരു പതിവൂടെ ഉണ്ട്. അതൊന്ന് പഠിക്കേ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് കേൾക്കുക, കേൾക്കുന്നത് പ്രായോഗികമാക്കുക. അത്രയും മനസ്സിലായല്ലോ. പക്ഷേ ആധുനിക വിശ്വാസി ദൈവസഭയിൽ കടന്നു വരുന്നു, അല്ലെ കുടുംബ പ്രാർത്ഥനയിൽ ഇരുന്ന ദൈവവചനം വായിക്കുമ്പോഴെന്ത് ചെയ്യുന്നു? വേഗമായിട്ടടി പലരും ഉറങ്ങുന്നു. വചനമുള്ള സഭയിലാണോ പോകുന്നത്? അതെ. എന്തായിരുന്നു പരിപാടി? എന്നോ ചൂടാന്നറിയാമോ, അങ്ങ് ഉറങ്ങിപ്പോയി. അതിനിപ്പം ചിലർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കാണ്, കുറച്ചു നേരം വെള്ളം കുടിക്കുക. എന്നാലും കുഴപ്പമില്ല, വെള്ളം കുടിക്കുക മാത്രമല്ല, ഇങ്ങനെ തല ഉച്ചിലൂടെ ഒഴിച്ചാലും മതി, എന്നാലേലും നേരെ ഇരി. സ്തോത്രം. വേറെ കുറെ ആളുകൾ ഞാനൊരു ഇവിടെ കയറി വരുമ്പോൾ കണ്ടതാ, മൊബൈലിലെ കളി. എന്താണ് ഇവിടെ ഉപദേശിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം. ഇവർ കേൾക്കുന്ന പോലുമില്ല. ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ പറയാം. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ, ഞാൻ ഇന്ന് പറയുന്ന ഇതെല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുക. നമ്മുടെ ഈ റെക്കോർഡിങ് അല്ല, നമ്മൾ ഇതെല്ലാം കേട്ടു, ഇതെല്ലാം റെക്കോർഡഡ് ആണ്. എന്നിട്ട് കാര്യം ചോദിക്കുന്ന നാളിൽ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ഇറ്റ് ഈസ് എ വെരി സീരിയസ് മാറ്റർ. വചനമില്ലാത്ത സഭകളുണ്ട്. അതിനേക്കാൾ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നു. എന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുകയും കളിക്കുകയുമാണെങ്കിൽ വെരി സീരിയസ്. നമുക്കൊരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. വേറെ കുറെ ആളുകളുണ്ട്, ഭയങ്കര വചനമാണ്, വചന ശുശ്രൂഷയൊക്കെ അങ്ങോട്ട് പോവുകയാണ്. അവരുടേത് ക്രിട്ടിക്കൽ അസസ്മെന്റ്. എന്താ ഇന്ന് പാസ്റ്റർ ഇരിക്കാൻ കാര്യം? ശാരീരികത്തിലാണോ? മത്തായി 7:24 മുതൽ എന്താ? അതാ 1 മുതൽ ചിന്തിച്ചാലല്ലാതെ 24ന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുമോ? അല്ലെ എവിടെങ്കിലും ഒരു കോമായോ മിസ്റ്റേക്ക് കണ്ടു അസസ് ചെയ്തു എല്ലാം ഒന്ന് വെട്ടി ഒന്ന് റെഡിയാക്കി. നമ്മുടെ ചിലര് AI-ക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ ലെറ്ററൊക്കെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി ഒന്ന് തരാൻ. അവിടെ ഇരുന്ന് വെട്ടിയൊക്കെ റെഡിയാക്കി തരുന്നത് പോലെ ഇവിടെ ഇരുന്ന് അസസ്മെന്റാ.
അകത്തോട്ട് വല്ലോം പോവുമോ എൻ്റെ സഹോദരന്മാരെ? ബുദ്ധിമാനാകുന്നയാൾ അങ്ങനെയല്ല, ബുദ്ധിമതിയാകുന്നയാൾ അങ്ങനെയല്ല. ക്രിട്ടിക്കൽ അനാലിസിസ് കൊണ്ട് എന്ത് കിട്ടാനാണ്? ഉറങ്ങുക, ഫോണിൽ കളിക്കുക, ക്രിട്ടിക്കൽ അനാലിസിസ്, പിന്നെന്താ ചിലർക്ക് തോണ്ടൽ ശുശ്രൂഷ. ഓരോ പോയിന്റ് പറയുമ്പം, കാരണം അവരത് വെച്ചിരിക്കുക, അത് നമ്മൾ ചാക്കോച്ചന് വേണ്ടി ഉള്ളതായിരുന്നു. ഭാഷ കണ്ടോ പറഞ്ഞത്? കേട്ടോടി, ഇത് ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പോട്ടെ, ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം വെളിച്ചത്ത് വരും. വല്ലോം പറയാനൊക്കുമോ? വചനം കേട്ടില്ലെന്ന് പറയാനൊക്കുമോ? ഒന്ന് ഇമാജിൻ ചെയ്തേ. ഞാൻ അങ്ങനെയാണെന്നൊന്നുമല്ല കൊണ്ടുവരുന്ന പോയിന്റ്. ഒന്ന് നോക്കിക്കേ. ഇപ്പൊ ഇന്നത്തെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ അങ്ങോട്ടൊന്ന് തിരിച്ചു, അജിയുടെ മേലെ. അപ്പൊ അജി ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന പോലെ പിന്നെ പിന്നെ രാജു ഇങ്ങനെ ക്യാമറകൾ തിരിക്കുക. അയ്യോ, നമ്മുടെ അസൽ സ്ഥിതി പോട്ടെ. പുറത്തേതല്ല, അകത്തെ ചിന്തയുടെ വരും. എന്തായിരുന്നു പുള്ളി ഇന്ന് ഇരുന്നോണ്ടാകുമ്പം ഇത് 1 മണി കൂടുമെന്നാ തോന്നുന്നത്. ഇത് മൊത്തം വരും. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവർ ദൈവത്തിന്റെ വചനം ഉള്ള സഭയാണെങ്കിലും വചനം അവർ മനസ്സിലാക്കുന്നില്ല. എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആണ്. അതുകൊണ്ട് വചനത്തെ അവർക്ക് പ്രായോഗികമാക്കാൻ തക്കവണ്ണം അവരത് മനസ്സിലാക്കുന്നില്ല. എല്ലാവരും ബൈബിളുമായിട്ടാണ് വരുന്നത്. ബൈബിളുമായിട്ട് വന്ന് സിസ്റ്ററെ സിബ് അപ്പോഴാ ഫിക്സ് ആയിട്ടിരിക്കുക. ചിലര് പിടിച്ചിട്ട് സിബ് എന്താ, എത്രയോ നാളായി ഇത് തുറന്നിട്ട്, അത് തുരുമ്പിച്ചു പോയതായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഈസ് കോളിംഗ് us to be wise. വേറെ ചിലർക്ക് പറയാനുള്ളത്, ഞങ്ങളോ സഹോദര ഇതിനകത്ത് മുഴുവൻ ബൈബിൾ ആപ്പുകളാണ്. ഏത് കമന്ററിയാ വേണ്ടത്? മൊബൈലില് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ സ്വർഗത്തിൽ പോകുമോ? അങ്ങനെ ആയിരുന്നേ എന്തായിരുന്നു? അപ്പൊ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല. നിങ്ങളൊരു ജേർണിയിൽ പോകുക. നിങ്ങൾക്ക് 3-4 കമന്ററികളോ ഏതെങ്കിലും ബൈബിൾ ആപ്സ് ഉണ്ടോ? വെരി ഗുഡ്, ധ്യാനിക്കുക. എന്താ അതിൻ്റെ അർത്ഥം എന്നൊക്കെ നിങ്ങൾ നോക്കുക. പക്ഷെ ഇതുള്ളത് കൊണ്ടല്ല, വചനം പഠിച്ച് ഇത് കേട്ട് ശ്രദ്ധയോടെ കേട്ട് പ്രായോഗിക തലത്തിലാക്കുന്നവനാണ് ബുദ്ധിമാൻ. സ്തോത്രം. ഇനി ജ്ഞാനികളായിട്ടുള്ള ആളുകൾ ദൈവവചനത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച് ഗൗരവമുള്ളവരാണ്. അവരതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് സ്ഥിരമായി പ്രായോഗികമാക്കുന്നു. ഒരു വാക്യം കൂടെ വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം, അതിന് 46 മുതൽ 49 വരെ. ഈ പാറമേൽ അടിസ്ഥാനമിട്ടവൻ വചനം കേട്ടു. 2 ഹിയറിംഗ്, ദെൻ 2 ഹീഡിങ്. പക്ഷെ ഈ ചെയ്യുന്നതിന് മുമ്പ് പുള്ളി ഒരു കാര്യം ചെയ്തു. ആഴത്തിൽ കുഴിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? ഒന്ന് വായിക്കാം മോളെ. 46 മുതൽ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. അവിടെ കൊണ്ട് നിർത്തിക്കൂ. അവ പ്രായോഗികമാക്കുന്നതിന് മുമ്പ് ഇത് അടിസ്ഥാനമിടുന്നത് ആഴക്കുഴിച്ച്. പ്രായോഗികമാക്കുമ്പോഴാണ് വചനത്താൽ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമിടുക എന്ന് പറഞ്ഞാൽ കേട്ടു, ഗ്രഹിച്ചു, അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് ആഴത്തിൽ കുഴിച്ചെന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരു വ്യാഖ്യാനം പറയാം. നമ്മുടെ തലമണ്ടയ്ക്ക് അകത്ത് വചനവിരുദ്ധമായിരിക്കുന്ന സകല ഫിലോസഫികളും
സകല പാരമ്പര്യ ചിന്തകളെയും ഇളക്കി മാറ്റിയിട്ട് നിത്യനായ ദൈവത്തിന്റെ, നിത്യമാകുന്ന ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. അതിന് വിപരീതമായി നമുക്ക് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ആരൊക്കെയോ എപ്പോഴൊക്കെയോ പഠിപ്പിച്ച കുറെ ചിന്തകളും കാണും. The worldly philosophies, the traditions of your parents. No, we always do like that. We always think like that. അത് കുഴിച്ചെടുത്ത് മാറ്റണം. മാറ്റിയിട്ട് ദൈവത്തിന്റെ വചനമാണ് പ്രായോഗികമാക്കേണ്ടത്. പ്രാക്ടീസിങ് ദ വേർഡ് ഓഫ് ഗോഡ്, ആഴത്തിൽ കുഴിച്ച്. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള വാക്യങ്ങൾ നിങ്ങൾക്കറിയാം. ഈ പണിയുന്ന ബുദ്ധിമാൻ ഒരു കൊടുങ്കാറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പണിതത്. എടാ, ഞാന് ചുമ്മാ പണിയത്തില്ല. ജീവിതം സ്മൂത്തായി പോകില്ല. ഉയർച്ചകൾ താഴ്ചകൾ എപ്പോഴും വരും. പക്ഷെ എൻ്റെ താഴ്ചകളിലും കൊടുങ്കാറ്റുകളുടെ നടുവിലും എൻ്റെ ക്രിസ്തീയ ജീവിതം നിൽക്കണമെങ്കിൽ I got to put it on firm foundation, which is the rock. ഇവിടെ പാറമേൽ എന്നുള്ളത് കർത്താവിന്റെ വചനത്തിന് മേൽ എന്നതാണ് അർത്ഥം ഈ കോണ്ടെക്സ്റ്റിൽ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതം വളരെ സൂക്ഷിച്ച് ആണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു സഭയിൽ വന്ന് മെമ്പർഷിപ്പ് എടുത്തു, ഇവിടെ നമ്മ കോട്ടുമായിട്ട് ഇവിടെ വന്നു, പിന്നെ നമ്മൾ എങ്ങനെയല്ലോ എഴുന്നേറ്റ് പോയി. അത് ജീവിതമല്ല. ഞാൻ ഒരു വിമർശകനായിട്ട് നിങ്ങൾ എന്നെ കാണരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേർപെട്ട സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയത്തിൽ ഒന്ന് ദൈവവചനം പഠിപ്പിക്കാതെ പോയി. ഇതൊരു 30, 35, 40 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അതിനു പകരം പേഴ്സണൽ പ്രോഫസി അതിന്റെ സ്ഥാനം എടുത്തു. പിന്നെന്താ, ആരാധനയാണെന്ന് പറഞ്ഞ് വചന ശുശ്രൂഷയുടെ സമയത്ത് കൈയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് പോവുക. ഞാൻ ഇതിന് രണ്ടിനും വിപരീതമുള്ള ആളല്ല. ഞാൻ പേഴ്സണൽ പ്രോഫസികളിൽ വിശ്വസിക്കുന്നയാളാ. ഞാൻ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിൽ വിശ്വസിക്കുന്നയാളാണ്. പക്ഷെ ഇതൊന്നും ദൈവത്തിന്റെ വചനത്തെ റീപ്ലേസ് ചെയ്യാൻ ഒക്കത്തില്ല. ഫൗണ്ടേഷൻ പ്രോഫസി അല്ല. ഫൗണ്ടേഷൻ ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഫൗണ്ടേഷൻ പാത്ത് അല്ല. ഫൗണ്ടേഷൻ ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തോത്രം. ഇൻഫാക്ട് വേർഡ് ഓഫ് ഗോഡ് ധ്യാനിക്കുമ്പോഴും we are worshiping our Lord. നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് തിരിയുന്നതല്ലേ ആരാധന? കർത്താവിനെ പുകഴ്ത്തുന്നതല്ലേ ആരാധന? ഇത് വേർപെട്ട സമൂഹത്തിൽ പറ്റിയ പരാജയമാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പലത് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി മാറി, ദൈവവചനത്തിലേക്ക് പലരുമായി. അല്ലേല് അവിടെ ഒന്നാമത് അവിടെ ഈ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയ വിസയുടെ കാര്യവും മറ്റേതും മറിച്ചേതും ജോലിയെല്ലാം. അപ്പൊ അതിനെ ഇങ്ങനെ അത് വേണ്ടിയുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. വചന പഠനം ഇല്ലാതെ പോയി. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ കാര്യമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. കൊടുങ്കാറ്റ് പ്രതീക്ഷിച്ച് വേണം വീട് പണിയാൻ. കേരളത്തിൽ മഴ ഇനി ഉണ്ടാകത്തില്ല, വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. മണലിന്മേലിരിക്കട്ടെ, ചുമ്മാ കട്ട പറക്കിയൊക്കെ വെച്ചോ എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ വാട്ട് ടു കോൾ സച്ച് എ പേഴ്സൺ. ഇവിടെ വീട് പണിതവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കുഴിച്ചിട്ട് അടിസ്ഥാനമിട്ട് കെട്ടിടം പണിതു. ക്രിസ്തീയ ജീവിതം അങ്ങനെയാ പണിയേണ്ടത്. നമ്മുടെ മക്കളെ ഇതിൽ പ്രോത്സാഹിപ്പിക്കണം. എന്ത് ഡിഗ്രി ഉണ്ടെങ്കിലും അടിസ്ഥാനം പാറമേലല്ലെങ്കിൽ തകിടം മറിയും. എന്താണ് കുടുംബജീവിതത്തിൽ വന്ന പരാജയം? എന്താണ് വ്യക്തിപരമായ ജീവിതത്തിൽ വന്ന പരാജയം? ചുമ്മാതെ വന്നിരുന്നേ ഉള്ളൂ, അകത്ത് സംഭവമൊന്നുമില്ല. ശോധനകളുടെ നടുവിൽ പിടിച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല. There will be trials and tests and temptations. 25-ാം വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ.
വൻമഴ ചൊരിഞ്ഞു, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു. ആ അത് പാറമേൽ അടിസ്ഥാനം ഉള്ളതാകയാൽ വീണില്ല. ഏത് വൻപൻ പണിക്കെതിരെ ശോധന വരും. അപ്പൊ ഞാൻ ഇത് വ്യാഖ്യാനിക്കുന്ന വളരെ സൂക്ഷിച്ച. ഇതിന്റെ പ്രധാന വ്യാഖ്യാനം ഓൺ ജഡ്ജ്മെന്റ് ഡേ, ന്യായവിധി വരുമ്പോൾ പാറമേൽ അടിസ്ഥാനമിട്ട് ക്രിസ്തീയ ജീവിതം പണിതാ നിൽക്കുന്നത്. റിയൽ ക്രിസ്ത്യാനിറ്റി നിൽക്കും, റിയൽ ഡിസൈപ്പിൾ നിൽക്കും, ഫ്രോഡ് മുഴുവനും പോകും. എന്നാൽ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറയുകയാണ്. ജീവിതയാത്രയിൽ ശോധനകളുണ്ട്, പ്രതികൂല പ്രതിസന്ധിയുണ്ട്. അതിൽ നിൽക്കണമെങ്കിൽ യുവർ ഫൗണ്ടേഷൻ മസ്റ്റ് ബി സ്ട്രോങ്. എല്ലാ ബെന്തിക്കോസിൽ എല്ലാവരും കൂടെ നിൽക്കുമെന്നൊന്നും വേദോസമൊന്നും പറയുന്നില്ല. ബെന്തിക്കോസിൽ എത്രയോ ആളുകളുടെ കുടുംബജീവൻ പരാജയത്തിലായി. വൈ ഇസ് ദാറ്റ്? യേശു പറഞ്ഞ വാക്കുകൾ സൂക്ഷ്മമായി ചിന്തിക്ക്. എൻ്റെ ഈ വചനം നമ്പർ 1 കേട്ട്, നമ്പർ 2 അനുസരിക്കുക, പ്രായോഗികമാണ് എന്ന് പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് ഓൺ സൺഡേ, ഹാബിച്വലി അനുസരിച്ചുകൊണ്ടേയിരിക്കുന്നവൻ. ദാറ്റ്സ് ദ പേഴ്സൺ ഹു ഹാസ് പുട്ട് എ ഫൗണ്ടേഷൻ ഓൺ സോളിഡ് റോക്ക്. അതിനെതിരെയാണ് ഈ കൊടുങ്കാറ്റടിക്കുന്നത്. ചലിക്കത്തില്ല. ശരിക്കും മാതാപിതാക്കളെ, മക്കൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇതല്ലേ വേണ്ടത്. അപ്പം റോങ് അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും വേണ്ട. ഇതിന്റെ അർത്ഥം സെക്യുലർ വിദ്യാഭ്യാസം വേണ്ടെന്നോ ജോലി ആർക്കും വേണ്ടെന്നോ ഇതല്ല പറഞ്ഞത്. മെയിൻ കാര്യം എന്താ? അല്ലെങ്കിൽ ആള് തരിപ്പോവും. നോയിക്കേ, ഇത് 2 വാതിൽ, 2 വഴി, 2 അവസാനം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ആളുകൊണ്ട് വിളിച്ചേച്ച് ചെയ്യുന്നവരും ചെയ്യാതിരിക്കുന്നത് എല്ലാം ഈരണ്ടായിട്ടാ. 2 പണിക്കാർ, ഒന്ന് ജെനുവിൻ, ഒന്ന് ഫ്രോഡ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, അതനുസരിക്കുന്നു, കർത്തൃത്വത്തിന്റെ കീഴില. കർത്താവിന്റെ വചനം അനുസരിക്കുകയാണെങ്കിൽ അവൻ ബുദ്ധിയുള്ള പണിക്കാരനാ. കർത്താവേ കർത്താവേ എന്ന് ആളുകളെ കാണുക വിളിക്കുന്നു, ആളുകൾക്കൊരു തെറ്റിദ്ധാരണ കൊടുക്കുന്നു, നമ്മളൊക്കെ ശ്വാസത്തിലാകട്ടോ. എന്നിട്ട് ചെയ്യാതിരിക്കുക. പേഴ്സണൽ ലൈഫിൽ ഹി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. അവൻ ബുദ്ധിയില്ലാത്ത പണിക്കാരനാണ്. ബുദ്ധിയില്ലാത്ത എന്നുള്ള വാക്ക് മലയാളത്തിൽ ഇല്ല. കിസ്കെ പാസ് ഇംഗ്ലീഷ് മേ പഠോ. 26ാമത്തെ വാക്യം. But everyone who hears these sayings of mine and does not do them will be like a foolish man who built his house on the sand. വചനം കേട്ടു ചെയ്യാതിരിക്കുന്നവൻ ഫൂൾ. മലയാളത്തിൽ ആ വാക്ക് ഇല്ല. We don't want to be fools. We want to be wise people. How do you get wise? ഇതിനകത്താണ് വിസ്ഡം, ദ വിസ്ഡം ഓഫ് ഗോഡ്. അത് മനസ്സിലാക്കി ആത്മാവിൻ്റെ ശക്തിയോടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന അടിസ്ഥാനം. അല്ല നീ ഇനി വലിയ ആനയാന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു അടിസ്ഥാനവും ഇല്ല. യു ആർ എ ഫൂൾ. ബൈബിൾ കോൾസ് യു എ ഫൂൾ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെല്ലാം ചെന്ന് പറയണം, പപ്പാ മമ്മി ഞങ്ങളെ വെറും ഫൂൾസ് ആക്കല്ലേ. We want to be wise. Praise the Lord. ഇപ്പൊ 25ാം വാക്യം നമ്മൾ ആ കാറ്റ്, വൻമഴ ചൊരിഞ്ഞു, വൻമഴ, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. അപ്പം ഇതിനെ ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്ക്. ഞാൻ പറഞ്ഞല്ലോ ആത്യന്തികമായി അതിൻ്റെ കോണ്ടെക്സ്റ്റിലെ വ്യാഖ്യാനം ന്യായവിധി ദിവസമാണ്. എന്നാൽ ഞാൻ ആപ്ലിക്കേഷൻ കൊണ്ടുവരികയാണ്. ഈ നദികൾ പൊങ്ങി കാറ്റടിച്ചു എന്നൊക്കെ പറയുമ്പോൾ രോഗമാകുന്ന കൊടുങ്കാറ്റുകളാകട്ടെ,
ദുഃഖങ്ങളാകുന്ന കൊടുങ്കാറ്റുകളാകട്ടെ, ദാരിദ്ര്യമാകുന്ന കൊടുങ്കാറ്റാകട്ടെ, നിരാശാജനകമാകുന്ന വിഷയങ്ങളുടെ കൊടുങ്കാറ്റുകളാകട്ടെ, ഉറ്റവരുടെ വിയോഗങ്ങളാകട്ടെ, ഇതൊക്കെ വന്ന് ജീവിതത്തെ ആഞ്ഞടിക്കുമ്പോഴും നിൽക്കുക. അത് ആരാണ്ടുടെ ആൾബലത്തിലൊന്നുമല്ല. ഗ്രൗണ്ടഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. വചനമില്ലേലുണ്ടല്ലോ, ഒരു ലോക്കൽ ഭാഷ ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കുക, ആ പീസ് കൂട്ടും. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ജീവിതത്തെ ആഞ്ഞടിക്കും. നമ്മളെല്ലാവരും ഇതുവഴി കടന്നുപോയി നോക്കൂ. അല്ലാതെ എപ്പോഴും എല്ലാം സമൃദ്ധിയായിട്ട് പോകല്ല. നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ കടന്നു പോകണം. അങ്ങനെ പോകുമ്പോൾ അകത്തെ മനുഷ്യൻ ഒരു നിലയിലും വ്യതിചലിക്കാതെ, വിശ്വാസം ഗിവപ്പ് ചെയ്യാതെ, വിശ്വാസത്യാഗം സംഭവിക്കാതെ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം. എല്ലാ വിഷയത്തിനും തോറ്റുപോയാലും ഒരു പ്രശ്നവുമില്ല. ഹല്ലേലൂയ. ഏറ്റവും വലിയ വിസ്ഡം അങ്ങ് എത്തുക എന്നുള്ളതാ. ഇതിനകത്ത് നിൽക്കണം. അല്ലേ കുറെ ബെന്തിക്കോസ് കളിച്ചേച്ച് യു വിൽ ബി ഗോൺ. സ്തോത്രം. പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും ജയകരമായി നേരിടാൻ കഴിയുന്ന ആത്മീയതയാണ് ട്രൂ സ്പിരിച്വാലിറ്റി, യഥാർത്ഥ ആത്മീയത. അല്ലാത്തൊന്നും ആത്മീയതയല്ല. അതൊരു ചാട്ടവും ഒരു മറിച്ചിലും അതൊക്കെ ഉള്ള സാഹചര്യം വരുമ്പോൾ പോയി. സ്തോത്രം. ഒരു കാര്യം നിർബന്ധമായി ഓർക്കണം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്യമാണ് എഫേസ്യ ലേഖനം 5:18. ദൈവവചനം അനുസരിക്കുന്നതിന് പരിശുദ്ധാത്മാവിന്റെ നിറവ് അത്യന്താപേക്ഷിതമാണ്. ആ 5:18 വെളിച്ചത്തിലാണ് 5:22 മുതൽ ഭാര്യ ഭർത്തൃ ജീവിതം, 6:1 മുതൽ 4 വരെ മാതാപിതാക്കൾ മക്കളുമായിട്ടുള്ള ബന്ധം, 6:5 മുതൽ എംപ്ലോയറും എംപ്ലോയിയുമായിട്ടുള്ള ബന്ധം. ഇവിടെ എല്ലാം ഹോളി സ്പിരിറ്റിന്റെ സഹായത്തോടെയാണ് ദൈവവചനം അനുസരിക്കേണ്ടത്. അടിസ്ഥാനം തെറ്റിയാൽ നീതിമാൻ എന്ത് ചെയ്യും? എന്തും ചെയ്യും. സ്തോത്രം. അടിസ്ഥാനത്തിന്മേൽ പണിതോണം. ബാഹ്യമായിട്ട് നമ്മളെ ആരും ക്രിട്ടിസൈസ് ചെയ്ത് നിനക്ക് വലിയ ആത്മീയമൊന്നുമില്ല, നിനക്ക് വലിയ ഇതൊന്നുമില്ല, ഡസൻറ്റ് മാറ്റർ. അകത്താണ് വിഷയം. കേട്ട വചനം ഗ്രഹിച്ച് ആത്മശക്തിയോടെ പ്രായോഗികമാക്കുക. ഒരു വാക്യം ഒന്ന് എടുക്കാമോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഉദ്ധരിക്കാൻ ശ്രമിച്ചത് അതിൻ്റെ പകുതിയെ ഞാൻ പറഞ്ഞുള്ളൂ. നീതിമാൻ എന്ത് ചെയ്യും എന്നുള്ള വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ വേഗത്തിൽ അതൊന്ന് എടുത്താട്ടെ. Psalms 11 3rd verse വായിച്ചേ. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? അടുത്ത വാക്യം കൂടെ. ഓക്കെ. ഞാൻ അതെൻ്റെ മനസ്സിൽ വന്നോണ്ടാ പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് എന്തും ചെയ്യും എന്ന് പറഞ്ഞത്. നോ, അടിസ്ഥാനം മറിയരുത്. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത്തെ കാര്യം 26 വാക്യം. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ വിഡ്ഢിയായ മനുഷ്യൻ. വിഡ്ഢിയായ മനുഷ്യൻ. ക്രിസ്തീയ ഉപദേശങ്ങളെല്ലാം കേട്ടു, പക്ഷേ കേൾവിക്കപ്പുറമായി ചെയ്യുന്നതിലേക്ക് അവനവൻ്റെ ജീവിതത്തെ കൊടുത്തില്ല. കേട്ടു, എല്ലാം കേട്ടു, നല്ല മെസ്സേജ്, നല്ലത്. കല്യാണത്തിനും ഇതാ പറഞ്ഞത്, സഭായോഗത്തിനും ഇതാ പറഞ്ഞത്. Only hearing, a foolish man who built his house on sand. എന്താ ഇവൻ ഫൂളായത്? ദൈവജ്ഞാനം അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇവൻ കേട്ടു. 1 ദിവസമോ 5 വർഷമോ 10 വർഷമോ, കീപ്പിംഗ് ഓൺ ലിസണിങ് ആൻഡ് ലിസണിങ് ആൻഡ് ലിസണിങ്, പക്ഷേ കാര്യമാക്കിയില്ല.
He was not serious. That's a big time fool. ഇവനാണ് കാപഠ്യമുള്ളവൻ. ഇവനാണ് മതപരമായ ചടങ്ങുകൾ ചെയ്ത് ബാഹ്യമായ ആത്മീയത കാണിക്കുന്നവൻ. ആന്തരിക മാറ്റമില്ലാതെ പുറത്ത് പെന്തിക്കോസ് കളിക്കുക. എങ്ങനെ? ആഭരണമൂരും, മീശവടിക്കും, വെള്ളയിടും. ഞാൻ വെള്ള സ്കാർഫേ ഇടത്തുള്ളൂ കേട്ടോ. വെള്ള സ്കാർഫല്ല, വെള്ള സോക്സും വെള്ള ഷൂവും, പിന്നെ അങ്ങ് പെയിന്റ് കൂടെ ചെയ്യും വെള്ള. That doesn't make you holy. എക്സ്റ്റേണൽ കാര്യത്തിനാണ് മുൻതൂക്കം. You are playing games with God. അകത്ത് മാറ്റം വരണം. അതാണ് ആത്മാവ് ദൈവത്തിന്റെ വചനത്താൽ ചെയ്യുന്നത്. അകത്ത് മാറ്റം വരണം. നമ്മുടെ പ്രവർത്തനമെല്ലാം അകത്തു നിന്ന് പുറത്തോട്ട് വരണം. അങ്ങനെയല്ലായിരുന്നു ഫാരിസീസ്. അകം മാറാതെ പുറത്തവർ അഭിനയിച്ചു. വെള്ളത്തെച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അതാണ് കർത്താവ് അത്ര കട്ടിക്ക് കാര്യം പറഞ്ഞത്. ഒരിക്കലും നാം നമ്മളെ തന്നെ ഡിസീവ് ചെയ്യരുത്. വചനം കേൾക്കുന്നു, നല്ലതാന്ന് പറയുന്നു, പക്ഷേ അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. പിന്നെ ഒരുപാട് പേർക്ക് പറ്റിയ പരാജയം, they flatter themselves. എനിക്ക് തോന്നി ഞാൻ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ഏതായാലും മറ്റുള്ളവരെക്കാട്ടിലൊക്കെ ഞാൻ കേമന. സ്വയമായിട്ടിങ്ങനെ ധരിക്കുക. എന്തൊരു ഡിസെപ്ഷനാണിത്. ഫ്ലാറ്ററിങ് oneself, thinking that we are more spiritual than we actually are. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കരുത്. ഈ കാര്യമൊക്കെ കുടുംബജീവിതത്തിൽ പ്രായോഗികമാക്കണം. ശോധനകൾ മോനെ വരും. ശോധനകൾ നമുക്ക് നിൽക്കാൻ വയ്യാത്ത ശോധനകൾ വരും. അവിടെ എന്തുണ്ടേലും പപ്പ ഉണ്ടല്ലോ, പപ്പാമാർക്ക് ചെയ്യാൻ കഴിയാത്ത ശോധനയിലൂടെ കടന്നു പോകേണ്ടി വരും. അന്നേരം നമ്മളെ നിർത്തുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആകാശവും ഭൂമിയും മാറും, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അവത്തേൽ നിന്നാൽ എന്നാ കൊടുങ്കാറ്റ് വന്നാലും you will stand, because it's the word of God. ദൈവത്തോളം ആയുസ്സാണ് ദൈവത്തിന്റെ വചനത്തിന്. No storm can do anything to the word of God. Praise the Lord. Hallelujah. ഈ മണ്ടനായ മനുഷ്യൻ തന്നെത്താൻ ഇങ്ങനെ സ്വയം പ്രശംസയിൽ നിൽക്കുന്നു. ശരിക്കും ദൈവവചനം കേട്ട് ആന്തരികമായ വിശുദ്ധിയിലേക്ക്, പാപത്തിൻ്റെതായിട്ടുള്ള പ്രലോഭനങ്ങളും പാപ വഴികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്നും നടക്കുകയാണ്. പാപത്തോടുള്ള ബന്ധം വിച്ഛേദിക്കുന്നില്ല. ലൗകികമായ കാര്യങ്ങളെ താല്പര്യപ്പെട്ടുകൊണ്ട് അതിൽ നടക്കുകയാണ്. വചനമെന്നും ഹാമർ ചെയ്യുകയാണ് വന്ന്. വചനമെന്നും കേട്ടിട്ട് വിശുദ്ധിയിലേക്ക് നയിക്കാനുള്ള പ്രേരണകൾ കൊടുക്കുന്നു. പക്ഷെ പുള്ളിക്ക് അതൊന്നൊരു വിഷയമല്ല. ഞാൻ മിടുക്കനാണെന്ന് തോന്നുക. He is a big fool. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 21-22 വാക്യം വായിച്ചാട്ട്. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. അടുത്ത വാക്യം. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ. കേൾക്ക മാത്രമാ ചെയ്യുന്നില്ലെങ്കിൽ സ്വയവഞ്ചനയാ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 3 സ്വയവഞ്ചനകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിലെ ഒന്നാ ഇത്. ഹിയറിംഗ് ദ വേർഡ്, നോട്ട് ഡൂയിങ്. തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരുപ്പീൻ. സ്തോത്രം. ഞാൻ എന്റെ മെസ്സേജ് ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരികയാണ്. ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തിൽ കർത്താവ് പറയാനുള്ളത്, എടാ ഇതെല്ലാം കൂടെ അനുസരിക്കുകയാണ് നീ ബുദ്ധിമാനാ. പക്ഷെ ശോധനകൾ ഉണ്ടാകും.
ക്രിസ്തീയ ജീവിതം നിൽക്കും. അത് കുടുംബത്തിന് അപ്ലൈ ചെയ്തു, മാതാപിതാക്കൾ മക്കൾ അപ്ലൈ ചെയ്തു, എല്ലാ റിലേഷൻഷിപ്പിന് അപ്ലൈ ചെയ്തു. നിൽക്കണമെങ്കിൽ പ്രാക്ടീസ് ദ വേർഡ്. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്. ശ്രദ്ധയോടിരുന്ന് പഠിക്കണം ദൈവവചനം. അപ്പൊ വചനവിരോധമായി നമ്മുടെ അകത്തുള്ളതിനെ എല്ലാം എടുത്ത് ആഴത്തിൽ കുഴിച്ചെടുത്ത് പുറത്തു കളയണം. എന്നിട്ട് വചനം ഇംപ്ലാന്റ് ചെയ്യണം. വചനപ്രകാരം ജീവിതത്തെ നിയന്ത്രിക്കണം. അതാണ് ബുദ്ധിമാൻ. ഏത് കൊടുങ്കാറ്റ് വന്നാലും ജീവിക്കും. മറ്റൊൻ മണ്ടനാണ്. സഭയിൽ വരുന്നു. ഇനി എൻ്റെ ഒരു ചിന്ത പറയാൻ കേട്ടോ, അവിടെ ഒന്നും എഴുതിയിട്ടില്ല, ഇതൊരു ഉപമയാ. ഇവർ 2 അച്ചായന്മാരും ഒരേ സഭയിൽ വരുന്നവരാന്നാ തോന്നുന്നത്. പക്ഷെ അങ്ങനൊക്കെ നമുക്ക് പറയാനൊക്കെ, അല്ല ഉപമയായോണ്ട് പറഞ്ഞു പോയതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടിരിക്കണം. വ്യക്തിപരമായി നിങ്ങൾക്കൊരു ഡിസിപ്ലിൻഡ് ഹാബിറ്റ് ഉണ്ടാകണം. ടു സ്റ്റഡി ദ വേർഡ്. ദൈവസഭയിൽ വരുമ്പോൾ സ്റ്റഡി ദ വേർഡ്. അതിനാണ് നമ്മുടെ ചർച്ചിൽ ഇത് മാത്രമേ ഉള്ളല്ലോ. എന്ത് ശുശ്രൂഷയാണ്? സ്റ്റഡി ദ വേർഡ്, എക്സ്പ്ലെയിനിങ് ദ വേർഡ്. 2 കൂട്ടം പണിക്കാർ, അതാണ് നമ്മൾ ശ്രദ്ധിച്ചു വരുന്നത്. ഒരാൾ ദൈവവചനം അനുസരിച്ചു. അനുസരിക്കണമെങ്കിൽ കാര്യം മനസ്സിലാകണം. അതും ദൈവാത്മാവിന്റെ സഹായമാണ്. പക്ഷെ മനസ്സിലായിട്ട് പ്രായോഗികമാക്കേണ്ടതും ദൈവാത്മാവിനാലാണ്. പക്ഷെ ഞാൻ ബോധപൂർവം പ്രായോഗികമാക്കത്തില്ല. എന്താ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അവൻ ഫൂളാണെന്ന് കർത്താവ് വിധിച്ചേക്കുക. അല്ല, ഞാൻ ഫൂൾ എന്ന് പറഞ്ഞപ്പോൾ ഇനി എൻ്റെ അടുത്ത് വരില്ലേ, എന്നെ ഫൂളൊന്നല്ലയോ ഭാഷ വിളിച്ചതെന്ന്. ഞാൻ ആരെയും ഫൂളൊന്നും വിളിച്ചില്ല. യേശു വിളിക്കുകയാണ്. പക്ഷെ എൻ്റെ ബൈബിളിലില്ലല്ലോ. ഇംഗ്ലീഷ് തർജ്ജിമ വായിച്ചാൽ മതി. അങ്ങനെയാണ് ഞാൻ വായിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അങ്ങനെ ഉണ്ടെന്ന്. വൈസ് മാൻ ദ ഫൂൾ, വൈസ് മാൻ ബിൽഡ് ഹിസ് ഹൗസ് അപ്പോൺ ദ റോക്ക്. അങ്ങനൊരു പാട്ട് തന്നെ ഉണ്ട്. The wise man built his house upon the rock. അങ്ങനെ ഒരു പാട്ട് തന്നെയുണ്ട്. And the foolish man he built on sand. എന്തിനാണ് ഈ ആഴത്തിൽ കുഴിക്കുന്നത്? അയ്യോ, അവന് നോക്ക്, 2 ഒരു സഭയല്ല, 2 പേർക്കും എതിരെ വന്നത് ഒരേ ട്രയലാ. അതെന്താ? വെള്ളം പൊങ്ങി കൊടുങ്കാറ്റ് അടിച്ചു. 2 ആളുകളുടെ നേരെയും വന്നത് ഒരേ കാര്യമാണ്. ഈ 2ാമത്തെ പുള്ളിയുടെ അവസാനം നിങ്ങളൊന്ന് വായിച്ചോ മോളെ. 27-ാം വാക്യം. നമ്മൾ 25-ൽ ഇതേ കാര്യം കാണുന്നുണ്ട്, 27-ലും ഇതേ കാര്യം. 25-ൽ അവന്റെ വീടിനെ ഒന്നും ചെയ്തില്ല, അവൻ പാറമേൽ അടിസ്ഥാനം ഇട്ടത് കൊണ്ട് നിന്നു. ഈ പുള്ളിക്ക് എന്തോ പറ്റി? വായിച്ചേ 27. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. അങ്ങനെ ഉണ്ട്. അതെന്തുവാ? ഞാൻ ബന്ധിക്കും, അത് കഴിഞ്ഞ 10 വർഷമായിട്ടെന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമായിട്ട് വലിയ കെട്ടിപ്പൊക്കുകയായിരുന്നു. പൊതുക്കോന്നാ വീണത്. നാട് മുഴുവൻ അറിഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് ടോട്ടൽ ഡിസ്ട്രക്ഷൻ. ശോധനകളുടെ നടുവിൽ ദൈവവചനം അടിസ്ഥാനമില്ലാത്തയാൾ പിടിച്ചു നിൽക്കത്തില്ല. ഇനി അൾട്ടിമേറ്റ്ലി ജഡ്ജ്മെന്റിന് മുൻപിൽ ദൈവസന്നിധിയിൽ ന്യായം വിധിക്കുമ്പോൾ വചനത്തിന് മേൽ അല്ല ക്രിസ്തീയ ജീവിതമെങ്കിൽ സാറെ പോക്ക. ദൈവത്തിന്റെ വചനത്തിന്മേലാണ് ബിൽഡ് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രസ്ഥാനത്തിന്റെ വചനങ്ങളല്ല, എൻ്റെ ഈ വചനങ്ങൾ, ജീസസിന്റെ വാക്കുകൾ, ഇൻ കോണ്ടെക്സ്റ്റ് ഗിരിപ്രഭാഷണം. ദൈവവചനത്തെ സ്നേഹിക്കുക പ്രിയപ്പെട്ടവരെ. ദൈവവചനത്തെ ധ്യാനിക്കുക. വായിൽ ദൈവവചനം വരട്ടെ. വചനം തലമുറകളുമായി പങ്കുവയ്ക്കേ. വചനം നമ്മുടെ കൊച്ചുമക്കളുമായി പങ്കുവയ്ക്കേ. അവർ കാണട്ടെ നമ്മൾ ബൈബിളുമായിട്ട് ഇരിക്കുന്നത്. അവർ കാണട്ടെ നമ്മൾ ദൈവവചനം പഠിക്കുന്നത്. അവരെ ചേർത്ത് പിടിച്ച് അവരുടെ കാതുകളിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പറ. അവരുടെ ഉള്ളിൽ ആ ഇൻട്രസ്റ്റ് സ്റ്റെറപ്പ് ചെയ്യുക. മോനെ, ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പപ്പായിക്ക് നിന്റെ ഡിഗ്രി എന്ന് പറ. അവന്റെ ഹൃദയത്തിൽ അത് തറയ്ക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും
അസൂയ കൊണ്ടോ, ഓ എൻ്റെ പിള്ളേരൊക്കെ അങ്ങ് പഠിച്ചുകൊണ്ട് അങ്ങ് പുള്ളിക്ക് അങ്ങ് അസൂയ, അതൊന്നും എനിക്കങ്ങനെ അസൂയൊന്നുമില്ല, നിങ്ങളുടെ പിള്ളേർ പഠിച്ചാൽ എനിക്ക് തന്നെ അസൂയ. എൻ്റെ മകള് MSc ഫസ്റ്റ് ക്ലാസ് മാത്തമാറ്റിക്സിൽ മേടിച്ച് പാസ്സായി. BEdനും MEdനും MG യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് 1. ഞാൻ അസൂയയിൽ നിന്നൊന്നും അല്ല ഇത് പറയുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, റാങ്ക് 1 ഇതുമായിട്ട് എൻ്റെ അടുക്ക വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വലിയതായിട്ട് ഗവനിച്ചേ ഇല്ല. ഞാൻ പറഞ്ഞു, മോനെ, നമുക്ക് ഏറ്റവും വലിയ നിത്യജീവനാണ്. That's what I told my daughter. Today she is a pastor's wife. ഞാൻ ഉള്ളു തുറന്ന് പറയാം, എനിക്ക് റാങ്ക് 1 റാങ്ക് 10 എനിക്ക് ഒന്നാമത് ഇരുന്ന് എന്താ സംഭവം എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ പറയുകയാണ് ഏതാണ്ട് വിദഗ്ധനാണ്, ഏതാണ്ട് വലിയ സംഭവം പറഞ്ഞാൽ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും. എനിക്കെല്ലാവരും ഒരുപോലെ ഉള്ളൂ. എനിക്കിതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. ഓ ആണ് ഇന്ന് നമ്മുടെ ചർച്ചിൽ ഒരു വലിയ കോടീശ്വരം വന്നിരിക്കുന്നു. കോടീശ്വരം വന്ന പുറയിൽ എവിടെയെങ്കിലും ഇരുന്നാൽ വചനം കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ല, എനിക്ക് കോടീശ്വരനായതുകൊണ്ട് നമ്മളെ കളകത്തൊന്നുമില്ല. എനിക്കെന്നെ കോടീശ്വരം വന്ന് ഒന്നുമില്ലാത്ത ഒരുത്തം വന്നു, അയാൾക്കും വന്നിരുന്ന വചനം കേട്ടേച്ചോ, അത്രേ ഉള്ളൂ. ഹൂ ഈസ് ദ വൈസ് മാൻ? കോടീശ്വരന്മാരെല്ലാം വൈസാണെന്നല്ല എഴുതിയിരിക്കുന്നത്. The one who builds his life upon the rock. അല്ലാത്തവനോ ഫൂൾ. ഓ, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടി അവരെല്ലാം എല്ലാം കൂടെ കൂട്ടായിട്ട് വന്നിരിക്കുകയാണ് പക്ഷേ നമുക്ക് ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് വചനം കേട്ടോണം. എല്ലാവർക്കും വരാം. ആൻഡ് ബിക്കം വൈസ്. വചനം കേട്ട് മനസ്സിലാക്കുക. അതിനാ വചനം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് കേട്ട് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. കാരണം നമ്മളെ കൊണ്ടൊന്നും ഇതൊന്നും പ്രായോഗികമാക്കാനുള്ള ത്രാണിയൊന്നും നമുക്കില്ല. കർത്താവേ, എനിക്ക് ആഗ്രഹമാണ് ഇതുപോലെ ജീവിക്കാൻ. അവിടുത്തെ വചനങ്ങൾ ശ്രേഷ്ഠമാണ്. ഹി വിൽ ഗിവ് യു ഹിസ് സ്പിരിറ്റ്. ദൈവ വചനം അനുസരിക്കണമെങ്കിൽ ആത്മാവിനാൽ. നിങ്ങളുടെ കുടുംബജീവിതം പാളിപ്പോകരുത്. പ്രൈമറിയാണത്. വ്യക്തിപരമായി നമ്മുടെ ജീവിതം, പിന്നെ നമ്മുടെ കുടുംബജീവിതം. ദൈവവചനത്തിനകത്ത് മാനദണ്ഡങ്ങളുണ്ട്. ആത്മാവിനാൽ മാത്രമേ നമുക്ക് പണിയാൻ പറ്റൂ. എനിക്ക് അത്ഭുതമാണ്. 10-20 വർഷമൊക്കെ ഇവിടെ ദൈവവചനം കേട്ടിച്ച് കുടുംബജീവിതത്തിൽ വെപ്രാളം കാണിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാനൊക്കെ ഇവർക്കൊക്കെ എന്ത് പൈര്? ഓ, ഞാൻ ഹിന്ദിയിലല്ല പറഞ്ഞ്. कभी कभी मैं सोचता है इन लोगों को क्या हो गया है, इतना प्रभु का वचन मैंने ये बरसों में प्रचार किया लेकिन फायदा नहीं हुआ. മനസ്സിലായില്ലേ? ഈ കണ്ടോ, അതാണ് ഹിന്ദിയെ. No, my dear brothers and sisters, take the Bible seriously. ഇന്ന് മുതൽ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ച്, നിങ്ങൾക്ക് കൂടുതൽ വ്യാഖ്യാനിക്കരുത്. ജസ്റ്റ് ടെൽ ദം ദിസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ബുക്ക് ഓൺ എർത്ത്. ജസ്റ്റ് ടെൽ ദം ദാറ്റ് യു ലവ് ദിസ് ബുക്ക്. എന്നിട്ട് നിങ്ങൾ വായിച്ച് ധ്യാനിക്കുന്ന ഒരു കാര്യം അവരുമായിട്ട് പങ്കുവയ്ക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലീഡ് ദം ടു വിസ്ഡം. യഹോവ ഭക്തി. ഉറക്കെ പറ. അതാ ഞാൻ ഇത്രയും പറഞ്ഞത്. അടിസ്ഥാനം വിട്ട് പണിയും. അടിസ്ഥാനം ഇടാതെ പണിതാൽ മണലിൽ മേൽ പണിത്. അയ്യോ, ഇവരെന്തോ ഇവന് ചുമ്മാ അങ്ങോട്ട് മാറ്റിയൊരു വീട് മണലിൽ മേൽ പണിത്. എടാ, കൊടുങ്കാറ്റ് വരുമ്പടാ. എന്നിട്ട് പ്രവചിച്ചവരൊന്നും അങ്ങനെ പറഞ്ഞില്ലല്ലോ. അവർ പറഞ്ഞ ഈ മാസം മുഴുവനും തീ വെയിലാന്നാ. അവരങ്ങനെ പ്രവചിച്ചെങ്കിൽ കൊടുങ്കാറ്റ് ഇന്ന് തന്നെ ഉണ്ട്. ആഴത്തിൽ കുഴിച്ച് അടിസ്ഥാനമിട്ട് പണിതോണം. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഒരൊറ്റ മന്ത്രവാദ ശക്തികൾക്കും ആഭിചാരങ്ങൾക്കും ദുഷ്ടന്റെ ഒരു പ്രവർത്തിക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. ബുദ്ധിയോടെ ആഴത്തിൽ കുഴിച്ച്
ദൈവത്തിന്റെ വചനമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിത ആ ഭവനത്തിന് നേരെ ഒന്നും എഫക്റ്റ് ആകത്തില്ല. ഓ, നിങ്ങൾക്ക് വിരോധമായി ചെയ്തെങ്കിൽ അവന് പോയി. Nothing will happen to you. Hallelujah. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഭാഷയിൽ നമ്മുടെ കയ്യിൽ കിട്ടിയതിനായിട്ടൊന്ന് സ്തോത്രം ചെയ്യും. അതിന്റെ പൊരുൾ തിരിച്ചറിയാൻ ദൈവത്തിന്റെ ദാസന്മാരെ നമുക്ക് തന്നിരിക്കാൻ സ്തോത്രം ചെയ്യും. ഈ വചനത്തെ നമ്മുടെ ജീവന്റെ അവസാനം വരെ സ്നേഹിക്കുമെന്നുള്ള പ്രതിജ്ഞ എടുത്തോണ്ട് വേണം പോകാൻ. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇത് പഠിപ്പിക്കുമെന്ന പ്രതിജ്ഞ എടുത്തോണ്ട് വേണം പോകാൻ. ആകാശം മാറും, ഭൂമി മാറും, ദൈവശ്വാസീയമാകുന്ന ദൈവത്തിന്റെ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ ഒരു മാറ്റവും വരികയില്ല.